അന്തർ സംസ്ഥാന ബൈക്ക് മോഷണ സംഘം കൊല്ലത്ത് പിടിയിലായി. 3 തമിഴ്നാട് സ്വദേശികളും 6 മലയാളികളുമാണ് അറസ്റ്റിലായത്. മോഷ്ടിച്ചതാണെന്ന് സംശയിക്കുന്ന 100 കണക്കിന് കേരള രജിസ്ട്രേഷൻ വണ്ടികളും തെങ്കാശിയിലെ യാർഡിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യാർഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന കേരള രജിസ്ട്രേഷൻ ബൈക്കുകളുടെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എപ്പോഴായിരുന്നു ഇവരെ പിടികൂടിയത്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബൈക്ക് മോഷണം നടത്തുന്ന സംഘത്തിലെ പ്രധാനികളായ 3 പേരെ കൊല്ലം ഈസ്റ്റ് പോലീസ് കടപ്പാക്കലിൽ നിന്നും പിടികൂടുന്നതിന് പിന്നാലെയാണ് ഇത്തരം ഒരു വലിയ അന്തർ സംസ്ഥാന ബൈക്ക് റാക്കറ്റിനെ തന്നെ പോലീസ് പിടികൂടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആദ്യഘട്ടത്തിൽ പിടിയിലായതിൽ നിന്ന് 10ഓളം ബൈക്കുകൾ ഈസ്റ്റ് പോലീസ് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയത്ത് ഇവർ തമിഴ്നാട്ടിലേക്ക് ബൈക്കുകൾ കടത്തിയിട്ടുണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെങ്കാശിയിലെ അടുക്കള എന്ന് പറയുന്ന നഗരത്തിൽ പോലീസ് എത്തുകയും അവിടെയുള്ള ഒരു യാർഡിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഈ യാർഡിൽ നടത്തിയ പരിശോധനയിലാണ് 100 കണക്കിന് വാഹനങ്ങൾ, ബൈക്കുകൾ കേരളത്തിൽ നിന്ന് കടത്തിയതും അല്ലാത്തതുമായ വാഹനങ്ങൾ എന്ന് പോലീസ് സംശയിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തിയത്. ഇതിൽ ഭൂരിപക്ഷവും മോഷ്ടിക്കപ്പെട്ടവയാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ വെച്ച് രൂപമാറ്റം വരുത്തിയതും ഷാസി നമ്പർ അടക്കം മാറ്റം വരുത്തുകയും പൊളിച്ചു നീക്കുകയും ഒക്കെ ചെയ്ത വാഹനങ്ങളുടെയൊക്കെ ഒരു പ്രാഥമിക പരിശോധന നടത്തുകയാണെങ്കിൽ ഇത് 1000-ന് മുകളിലേക്ക് വാഹനങ്ങൾ അവിടെ ആ യാർഡിൽ നിന്ന് മാത്രം കണ്ടെത്തിയെന്ന് ഒരു പ്രാഥമികമായി നമുക്ക് പറയേണ്ടി വരും. ഇതുപോലെ നിരവധി യാർഡുകളും ആ മേഖലയിൽ ഉണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ യാർഡുകളിൽ പരിശോധന നടക്കും. അവിടെ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കും. എന്തായാലും കൊല്ലം നഗരത്തിൽ നിന്ന് അടുത്തിടെ മോഷണം പോയിട്ടുള്ള 14 ബൈക്കുകൾ അത് പോലീസ് തിരികെ കൊല്ലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റു വാഹനങ്ങളുടെ കാര്യത്തിൽ ഇതിൽ എത്രത്തോളം വാഹനങ്ങൾ മോഷ്ടിച്ചവയാണ് എന്നുള്ള കാര്യങ്ങളിൽ പ്രാഥമിക പരിശോധന നടക്കുന്നു. ഈ 9 അംഗ സംഘമാണ് ആകെ പിടിയിലായിട്ടുള്ളത്. ഇതിൽ 3 തമിഴ്നാട്ടുകാരുണ്ട്. ഈ യാർഡിന്റെ ഉടമ, അതായത് ഈ വാഹനങ്ങൾ പൊളിച്ച് രൂപമാറ്റം വരുത്തുന്ന യാർഡിന്റെ ഉടമയായ സെൽവം, ഇയാളുടെ സഹായിയായ കതിരേശൻ, കുമാർ എന്നിവരാണ് തമിഴ്നാട് സ്വദേശികൾ. ഒപ്പം കൊല്ലം സ്വദേശികളായ റാഷിദ്, ഷഹാൽ, നൌഷാദ്, ഇൻഡസ്ട്രിയൽ സ്വദേശി സലീം, മണികണ്ഠൻ, അനസ് തുടങ്ങിയിട്ടുള്ള മലയാളികളും ഇക്കാര്യത്തിൽ ഈ കേസിൽ പിടിയിലായിട്ട്. എന്തായാലും പോലീസ് കൂടുതൽ പരിശോധന നടത്തുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ രീതിയിൽ സംഘം വാഹനമോഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഇത്തരത്തിലുള്ള കേസുകളുണ്ട്, എത്രയധികം വാഹനങ്ങൾ ഇവർ കടത്തിയിട്ടുണ്ട്, എത്ര വർഷത്തോളമായി ഇവർ പ്രവർത്തിച്ചു വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ തമിഴ്നാട്ടിലെ മറ്റ് യാർഡുകൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ എന്നിവരിലേക്കെല്ലാം അന്വേഷണം നീളും. ആതിര. ശരി, കൊല്ലത്ത് നിന്നും പ്രജിത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.